പലതരത്തിൽ അമുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് അവിടെ കശാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം രാജ്യത്തെ തകർക്കാനും ഇനിയും രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ഉദ്ദേശിച്ച് മതത്തിൻ്റെ പേരിൽ ആസൂത്രിതമായി നടക്കുന്ന ശ്രമങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള വിധ്വംസക ശക്തികൾ മറ്റുള്ള രാജ്യങ്ങളെയും കൂടെ ചേർത്ത് വിദേശികളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഐക്യം ഇതിൽ കൂടുതൽ ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മാറാട് ഉണ്ടായ അതേ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ആക്രമണം ആവർത്തിക്കുന്ന തരത്തിലാണ് പഹൽഗാമിലുണ്ടായത്. ഇതിനൊരു മാറ്റം ഉണ്ടാകാത്ത എന്താണ്? അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം? 22 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കോഴിക്കോട് മാറാട് ഇസ്ലാമിക ഭീകരവാദികൾ ഹിന്ദു വിശ്വാസികളെ തിരകെ പിടിച്ച് കൊലപ്പെടുത്തി. അന്ന് നമ്മൾ അത് മയപ്പെടുത്തി അതൊരു കലാപം എന്നുള്ള നിലയിൽ അതിനെ ലഘൂകരിച്ച് കണ്ടു. കലാപം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് നടക്കുന്നതല്ല, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് കലാപമാകുന്നത്. സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും ജമ്മു കാശ്മീരിലെ പഹൽഗാമിലും ഉണ്ടായിട്ടുള്ളത്. പലതരത്തിൽ അമുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് അവിടെ കശാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം രാജ്യത്തെ തകർക്കാനും ഇനിയും രാജ്യത്തെ ഭിന്നിപ്പിക്കാനും ഉദ്ദേശിച്ച് മതത്തിൻ്റെ പേരിൽ ആസൂത്രിതമായി നടക്കുന്ന ശ്രമങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. ഹിന്ദു ന്യൂനപക്ഷ മേഖലയിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഇത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്നുണ്ട്. ഇതുതന്നെയാണ് മുർഷിദാബാദിൽ നടക്കുന്നത്. ഇത് മതമേ ഉള്ളൂ, രാഷ്ട്രീയമില്ല. ദേശസ്നേഹികളും ദേശവിരുദ്ധരും തമ്മിലുള്ള ഒരു സ്പർദ്ധയും അല്ലെങ്കിൽ ആക്രമണവുമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും CPM-ഉം ഭീകരവിരുദ്ധ സദസ്സെന്നും പറഞ്ഞ് കേരളത്തിൽ ആകമാനം നടത്തിയല്ലോ. എന്താണ് അവരതിൽ കൂടെ പറയാനും ജനങ്ങളെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി അടക്കം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ എല്ലാം ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ശ്രമമായിട്ട് വേണം ഇപ്പോഴേ രാജ്യം വളരെ ദുഃഖകരമായൊരു സന്ദർഭത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ദുഃഖകരമായ സന്ദർഭത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കുന്നവരാരൊക്കെയാണ്, രാജ്യത്തിന് എതിരായിട്ട് നിൽക്കുന്നവരാരൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇതിനെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. അപ്പോൾ കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഈ കൂട്ടക്കൊലയെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ അത് കേവലം 370-ാം വകുപ്പിൻ്റെ പേരിലുണ്ടായ അസ്വസ്ഥരായ കാശ്മീരിലെ യുവാക്കൾ നടത്തിയ ഒരു ആക്രമണമായിട്ട് അതിനെ ചെറുതായി കാണിക്കാനുമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നിർഭാഗ്യവശാൽ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെ അതുപോലെ തന്നെ വസ്ത്രം പരിശോധിച്ച് നോക്കി അഴിച്ചു മാറ്റിയിട്ട് അവരുടെ ലിംഗാഗ്രം വരെ പരിശോധിച്ചതിന് ശേഷമാണ് അവിടെ അഹിന്ദുക്കളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതിന് മതം തന്നെയാണ്, ഇതിന് രാഷ്ട്രീയമോ മറ്റൊന്നുമില്ല. ഈ സന്ദർഭത്തിൽ ദേശസ്നേഹികളൊക്കെ ഒക്കെ തന്നെ സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ട് സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഹിന്ദു ഐക്യവേദിയുടെ ഇത്തരം പരിപാടികളിൽ ഹിന്ദുവിൻ്റെ സാന്നിധ്യം എത്രമാത്രം വർദ്ധിക്കുന്നുണ്ട്? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഹിന്ദുക്കളെ ഒന്നിച്ചു കൊണ്ടുവരുവാനും യുണൈറ്റഡ് ആയിട്ട് നിൽക്കുവാനും നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കുവാനും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനും നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാനുമുള്ള ഒരു ഭാഗമായിട്ട് മാറുന്ന ഒരു സംഘടനയാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത്. ഹിന്ദുവിനെ മാത്രം ഹിന്ദു എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. ഹിന്ദു എന്ന് പറഞ്ഞ ഒരു ജാതിയല്ല, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഏതൊരാളും ഹിന്ദുവാണ്. അത്തരമുള്ള ആൾക്കാരെ എല്ലാം ഒന്നിച്ച് കൂട്ടായി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ സനാതന ധർമ്മത്തിന് അധിഷ്ഠിതമായി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ രാജ്യ സംരക്ഷണവും രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നമ്മുടെ ആൾക്കാരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉത്തമ ലക്ഷ്യം. പക്ഷേ ആ ഉത്തമ ലക്ഷ്യത്തെ തടയിട്ടുകൊണ്ട് ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള വിധ്വംസക ശക്തികൾ മറ്റുള്ള രാജ്യങ്ങളെയും കൂടെ ചേർത്ത് വിദേശികളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഐക്യം ഇതിൽ കൂടുതൽ ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുവിനെ
ചാതുർവർണ്ണാധിഷ്ഠിതമായ ആ ഒരു വേലിക്കെട്ടിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വേലിക്കെട്ട് പണ്ട് കൊണ്ടുവന്നത് എന്താണ്? അവൻ്റെ തൊഴിലധിഷ്ഠിതമായിട്ടാണ് ചാതുർവർണ്ണ്യം കൊണ്ടുവന്നത്. ആ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഏതൊരു മനുഷ്യനും അവന് രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശേഷിയുള്ള മനുഷ്യനാണെന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി മുൻനിരയിലേക്ക് ഈ ചെറുകിട ഹിന്ദുവിൻ്റെ ഉപജാതിയെയും ജാതിയെയും ഒക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ജാതി ഉപജാതി സംവിധാനം ഇല്ലാതാക്കിക്കൊണ്ട് ഹിന്ദു എന്നുള്ള ഒറ്റ വികാരത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഹിന്ദുവിനെതിരെയുള്ള ആക്രമണം ഈ രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ തീവ്രവാദികൾ ഈ ഭീകരവാദികൾ വിലസുന്നത്. അത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് കേരളത്തിലും ഭാരതത്തിലും സ്ഥാനമില്ല. ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായി ഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനങ്ങൾ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും വരികയും ഹിന്ദു ഒന്നിച്ചു നിന്നുകൊണ്ട് ജാതിയുടെ ഉപജാതിയുടെ പേരിൽ രാഷ്ട്രീയക്കാരുടെ പുറകെ പോയിക്കൊണ്ട് അവർ ഇട്ട് കൊടുക്കുന്ന ചില നാണയ തുട്ടുകൾക്ക് വേണ്ടി ഹിന്ദുവിനെ അവർ പണ്ട് മുതലേ തങ്ങളുടെ അടിമകളാക്കി വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. ആ അടിമത്തത്തിൽ നിന്നും ഹിന്ദു എന്ന് പറയുന്ന ഈ ഒരു ജാതി സംവിധാനം ആ അടിമത്തത്തിൽ നിന്നും അവർ മോചിതരാവണം. സ്വയം മോചിതരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് പിൻബലമേകിക്കൊണ്ട് ഈ സംഘടനകളുടെ പ്രവർത്തനത്തിൽ കൂടി മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇനിയൊരു മാറാടോ ഒരു പെഹൽഗാമോ നമ്മുടെ ഭാരതത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഹിന്ദു ഐക്യമാണ് വേണ്ടത്. ആ ഐക്യത്തിൽ ഇപ്പോഴുണ്ടാകുന്ന കുറവുകൾ നമ്മൾ ഉടൻ പരിഹരിക്കണം. ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ പത്രത്തിൽ വായിച്ചു, ജാതി പറയണമെങ്കിൽ ഞാൻ ജാതി പറയും, എൻ്റെ സമുദായത്തിന് വേണ്ടി ജാതി പറയുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രഖ്യാപനം ഞാൻ വായിച്ചു. എന്തിനാണ് ജാതി പറയുന്നത്? ജാതി എന്ന് പറയുന്നത് ഹിന്ദുവെന്ന് മാത്രം ഉള്ളൊരു വികാരത്തിൽ ഈ വിഘടിച്ച് നിൽക്കുന്ന ഈ സമുദായ സംഘടനകളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ സംവിധാനം കൊണ്ടുവരാൻ സാധിക്കും. ആ സംവിധാനമായിരിക്കും ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഭരണം, ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഭരണം കേരളത്തിൽ വരുവാൻ പോകുന്നതും. അത്തരത്തിലുള്ള ഭരണം വരുമ്പോഴാണ് കേരളവും ഈ തീവ്രവാദികളുടെ പിടിയിൽ നിന്നും മോചിതമാകാൻ പോകുന്നതും. അത് അത്തരത്തിലുള്ള കാര്യം ഉടൻ തന്നെ ഉണ്ടാകും. ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ സംഘടനകളെല്ലാം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്.